അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മുഅ്മിനീങ്ങളെ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, മുത്തുനബിയുടെ പ്രിയപ്പെട്ട പത്നി, ഭാര്യയായ ആയിഷ ഉമ്മ നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു ഹദീസ്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മുത്തുനബി ഒരു ദിവസം പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ കറായിമിൽ അഖ്ലാഖി ഫിദ്ദുനിയ വൽ ആഖിറ. നല്ലൊരു സ്വഭാവം, നല്ല സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പഠിപ്പിച്ചു തരട്ടെയോ, അറിയിച്ചു തരട്ടെയോ എന്ന് മുത്തുനബി ചോദിക്കുകയാണ്. ഏതൊരു മനുഷ്യന് വേണ്ടത് നല്ല സ്വഭാവങ്ങളാണ്. എന്തും ഉണ്ടായിട്ടും കാര്യമില്ല. ആരും നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നല്ല സ്വഭാവങ്ങളാണ്. നല്ലൊരു ഭർത്താവ് നമ്മളാകണമെങ്കിൽ നല്ല സ്വഭാവമുള്ള ഭർത്താവാകണം. നല്ല ഭാര്യമാകണമെങ്കിൽ നല്ല സ്വഭാവമുള്ള ഭാര്യയാകണം. നോക്ക്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടാനുള്ള കാരണം അവിടുത്തെ സ്വഭാവമാണ്. അപ്പോൾ ഒരു മനുഷ്യനിക്ക് എല്ലാവരാടും ഇഷ്ടപ്പെടണമെങ്കിൽ, എല്ലാവരാടും അവനെ തൃപ്തിപ്പെടണമെങ്കിൽ അവനിൽ ഉണ്ടാകേണ്ടത് ആദ്യമായിട്ട് നല്ല ഹുസ്നുൽ ഖുൽഖാണ്, നല്ല സ്വഭാവമാണ്. നല്ല സ്വഭാവങ്ങൾ മുത്തുനബി ഒരു 4 അവിടെ നിന്ന് ആയിഷ ഉമ്മയോട് പഠിപ്പിക്കുകയാണ്. എന്താണ് ആദ്യത്തത്? മുത്തുനബി പഠിപ്പിക്കുന്നു, അൻ തസില മൻ ഖതഅക. നിന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക. ആരാണോ ഇങ്ങോട്ട് ബന്ധം മുറിച്ചത് അങ്ങോട്ട് അത്തരത്തുള്ള ആൾക്കാരോട് ബന്ധം ചേർക്കുക എന്നുള്ളത് വലിയൊരു വിഷയമാണ്. പലപ്പോഴും നമ്മുടെ കുടുംബ ബന്ധം, അല്ലെങ്കിൽ അയൽവാസി ബന്ധം, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം, ഏത് രീതിയിലുള്ള ബന്ധമാവട്ടെ, നാമുമായി ബന്ധപ്പെട്ട ഒരു കാരണവുമില്ലാതെ അവർ എന്തോ വിചാരിച്ച് അങ്ങോട്ട് നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടോ, നമ്മളോട് കോപിച്ചിട്ടോ, നമ്മളോട് അവർ ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ തെറ്റ് നമ്മളതൊന്നുമില്ല. എന്നാലും നമ്മൾ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുന്നവരാകണം. പലപ്പോഴും നമ്മൾ വാദിക്കുന്നൊരു വാദമുണ്ട്, എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റില്ല, അയാളാണ് ഇങ്ങോട്ട് മുണ്ടാതിരുന്നത്, എന്നോട് ദേഷ്യം കാണിച്ചത്, കോപിച്ചത്, അതുകൊണ്ട് അയാളിങ്ങോട്ട് ആദ്യമായിട്ട് സംസാരിക്കട്ടെ, അയാളിങ്ങോട്ട് എന്നോട് ബന്ധം സ്ഥാപിക്കട്ടെ എന്ന് പലപ്പോഴും നാം പറയുന്നു, നാം ചിന്തിക്കുന്നു. അതൊരിക്കലും ശരിയല്ല, തെറ്റാണ്. അയാൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അത് വേറെ വിഷയമാണ്. നമ്മളോട് മുത്തുനബി പഠിപ്പിച്ചത്, നിന്റെ കാരണം ഒന്നുമില്ലെങ്കിലും, നിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ലെങ്കിലും ഇങ്ങോട്ട് ആരെല്ലാം ബന്ധം മുറിച്ചിരിക്കുന്നോ അവരോട് ബന്ധം ചേർക്കുക എന്നൊരു വലിയൊരു സ്വഭാവം മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വതുഅതി മൻ ഹറമക. ഇങ്ങോട്ട് തടഞ്ഞവനിക്ക് അങ്ങോട്ട് നൽകുക. ഇതിന് വിശദീകരിക്കാൻ എത്രമാത്രം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതേ, നമ്മൾ ഒരാളോട്, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവനോടോ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനോടോ, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയോടോ എന്തെങ്കിലും ഒരു വിഷയം നാം അവനോട് ഒരവസരത്തിൽ ഒരു കാര്യം ചോദിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം നമ്മൾക്ക് നൽകിയിട്ടില്ല. അത് നൽകാത്തതിൻ്റെ പേരിൽ എനിക്ക് വലിയ വിഷമമുണ്ട്, വേദനയുണ്ട്. എന്നാലും ഒരവസരത്തിൽ അയാൾ ഇങ്ങോട്ടൊരു കാര്യം ചോദിക്കുമ്പോൾ അത് അന്നത്തതിൻ്റെ പ്രതികാരമെന്ന് പറഞ്ഞ് നാം അങ്ങോട്ട് നൽകാതിരിക്കുന്നത് ശരിയല്ല. ഒരു നല്ല സ്വഭാവമാണ് ഇങ്ങോട്ട് തടഞ്ഞവനിക്ക് അങ്ങോട്ട് നൽകുക എന്നുള്ളത് മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, തജാവസ അമ്മൻ ലലമക. ഇങ്ങോട്ട് ആരെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇങ്ങോട്ട് നമ്മെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും മനസ്സിൽ കൊണ്ടു നടക്കുകയല്ല. അതെല്ലാം മാഫ് ചെയ്യാനുള്ള വലിയൊരു വിശാലമായ മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെ ഒരാളും നാം വേദനിപ്പിക്കുന്നത് ശരിയെന്നല്ല. പക്ഷെ ഇങ്ങോട്ട് നമ്മൾ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം മാഫ് നൽകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഏതോ ഒരു കാലത്ത് എപ്പോഴോ ഒരാൾ നമ്മെ വേദനിപ്പിച്ചു, അതിനിങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന് പിന്നെ ഒരിക്കലും അദ്ദേഹത്തിற்கு പൊരുത്തു നൽകൂല എന്ന രീതിയിൽ
നടക്കുന്നത് ശരിയല്ല. അയാൾക്ക് മാഫ് നൽകാനുള്ള ഒരു വിശാലമായ മനസ്സ് നമുക്കുണ്ടാകണമെന്നാണ് മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ 3 കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു സ്വഭാവമാണ്. എല്ലാവരാളും നമ്മെ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നല്ല സ്വഭാവം തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.